നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഒരു വ്യാഴവട്ട കാലത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ മാതൃകാ പ്രസ്ഥാനത്തിൻ്റെ ആസ്ഥാനത്ത് ചെല്ലുകയും അവിടെ സർസംഘചാലക് മോഹൻ ഭാഗവതുമായി കൂടിക്കാഴ്ച നടത്തുകയും RSSൻ്റെ മഹനീയമായ സംഭാവനകളെക്കുറിച്ച് ഒക്കെ പറയുകയും ചെയ്യുമ്പോൾ ഇതിൽ ഇന്ത്യയിലെ ഏതൊരു മതേതരവാദിയും ചിന്തിക്കുന്ന രണ്ട് കാര്യങ്ങൾ കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവർ പറഞ്ഞിരിക്കുന്നു, ഇന്ത്യയിൽ തന്നെ BJP അവർ മര്യാദകേട് കാണിക്കുന്ന കാലഘട്ടം അതായിരുന്നു 14 മുതൽ ഇങ്ങോട്ട്. അതിൽ ഏറ്റവും തീവ്രമായി, അതായത് പ്രതിപക്ഷ ബഹുമാനമില്ലാതെ ഇന്ത്യയിൽ പ്രതിപക്ഷമേ ഇല്ല എന്ന് ശടിച്ചുകൊണ്ട് 31% വോട്ട് മാത്രം കരസ്ഥമാക്കിയ BJP ഈ രാജ്യത്തെ 69% വരുന്ന പ്രതിപക്ഷ പാർട്ടികളോട് പറഞ്ഞത് ഞങ്ങൾ ഏകാധിപത്യത്തോടെ കാര്യങ്ങൾ നടപ്പാക്കും എന്ന മട്ടിലാണ്. നിങ്ങൾ എന്തു ചെയ്യും? അത്തരത്തിലാണ് എല്ലാ ബില്ലുകളും 2019-24 കാലഘട്ടത്തിൽ പാസ്സാക്കിയെടുത്തത്. എന്നാൽ അധികാരമൊഴിയാൻ നരേന്ദ്രമോദിക്ക് ഇപ്പോൾ കൃത്യമായി ആജ്ഞ കൊടുത്തിരിക്കുന്നു. RSS ആണ് മോദിയെ പ്രധാനമന്ത്രിയാക്കുന്നതിന് വളർത്തിയതെങ്കിൽ അദ്ദേഹത്തോട് കൃത്യമായി ആവശ്യപ്പെടാനും അവർക്ക് അധികാരമുണ്ട് എന്ന് കാണിക്കുന്ന രീതിയിലേക്ക് മോദിയെ വിളിച്ചു വരുത്തിയത് തന്നെയാണ്. ഇത്രയും കാലം BJPയുടെ നേതാവ് BJPയെ ഹൈജാക്ക് ചെയ്തതിൻ്റെ എല്ലാ ഗാംഭീര്യത്തോടെയും നിന്ന മോദിക്ക് RSSുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ 63 സീറ്റുകൾ നഷ്ടമായതും കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വലിയ വഴിവിട്ട സഹായങ്ങൾ അദ്ദേഹത്തിൻ്റെ താൽക്കാലിക നിലനിൽപ്പിനെ സഹായിച്ചു എന്നുമുള്ള പ്രതിപക്ഷത്തിൻ്റെ വാക്കുകൾ അത് വളരെ സെൻസിറ്റീവായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൽ പ്രധാനമന്ത്രി അടക്കമുള്ളവർ മാറാൻ പോകുന്നു, അമിത്ഷാ മാറാൻ പോകുന്നു. ഇത്തരത്തിലുള്ള നീക്കങ്ങൾ വരുമ്പോൾ ഒന്നോ രണ്ടോ നേതാക്കളുടെ മാത്രം പാർട്ടിയാക്കി കൈയടക്കി വെച്ചിരുന്ന മോദി അമിത്ഷാ കൂട്ടുകെട്ടിനെയാണ് തകർത്തെറിയാൻ പോകുന്നതെന്ന് വളരെ വ്യക്തം. കോൺഗ്രസ് ഒരു കുടുംബ പ്രസ്ഥാനമാണ്, നെഹ്റു പ്രസ്ഥാനമാണ്, ഗാന്ധി പരിവാർ അല്ല, ഗാന്ധി പേരെങ്ങനെ വന്നു എന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്നവർക്ക് ഈ BJP എന്ന പ്രസ്ഥാനം പൊട്ടിമുളച്ചതിന് ശേഷം RSSുമായി പല കാര്യങ്ങളിലും സാമ്പത്തിക നയത്തിൻ്റെ പേരിലായിരുന്നാലും അതിനകത്തുള്ള കീഴ്വഴക്കങ്ങളുടെ പേരിലും അതൊക്കെ തെറ്റിക്കപ്പെട്ട ഒരവസ്ഥയുണ്ട്. അതാണ് ഇവിടെ മോദിക്ക് കൃത്യമായി RSSൻ്റെ ശകാരം ഉൾപ്പെടെ വന്നിരിക്കുന്നത് എന്നാണ് വ്യക്തം. എത്രയൊക്കെ നരേന്ദ്രമോദി അത് തണുപ്പിക്കാൻ നേരിട്ട് ചെന്നാൽ അവരുടെ ഭിന്നാഭിപ്രായം പറഞ്ഞിരിക്കുക തന്നെ ചെയ്യുമെന്ന് വ്യക്തം. സവാർക്കറേയും ഗോൾവാക്കറേയും വീരപുരുഷന്മാരാക്കുകയും മഹാത്മാഗാന്ധിയുടെ ഘാതകനെ പൂവിട്ട് പൂജിക്കുകയും ചെയ്യുന്ന സംഘപരിവാരത്തിന് സ്വാഭാവികമായും അവരുടെ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ആര് വന്നാലും അവരെ ഒരു പരിധിവരെ ഉയർത്തിവിടും. എന്നാൽ സ്ഥിരം അധികാരം കൊടുത്ത് ഒരു വ്യക്തിയെ സർവാധിപനാക്കാൻ അവരാരും ശ്രമിക്കില്ല എന്ന് വ്യക്തമാകുന്നതാണ് ഈ ആസ്ഥാനത്തേക്കുള്ള നരേന്ദ്രമോദിയുടെ പോക്ക് എന്ന് തന്നെ വ്യക്തം.